പ്രവാചകന്മാരുടെ തലമുറകളായി കൈമാറി കിട്ടിയ അമാനത്താണ് പ്രിയപ്പെട്ടവരെ തക്ബീർ. ഈ തക്ബീറാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത്. ശത്രുക്കളെ ഭയപ്പെടുന്ന ഇതാണ്. ലോകത്തുള്ള ദുശക്തികൾക്കെതിരെ ഇസ്ലാം പോരാട്ടം നയിച്ചപ്പോൾ ആ പോരാട്ടങ്ങളെല്ലാം ഉയർന്നു കേട്ട മുദ്രാവാക്യമാണ് പ്രിയപ്പെട്ടവരെ ഈ തക്ബീർ എന്ന് പറയുന്നത്. നമ്മൾ അതിന്ന് ബോധപൂർവമാണ് ആ തക്ബീർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുക്കളെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. ആ പിശാചുക്കൾ കെട്ടഴിക്കപ്പെടുന്ന ഒരു ദിവസമാണിത്. ആ പിശാചുക്കളോടുള്ള നമ്മുടെ വെല്ലുവിളിയാണ് അല്ലാഹു അക്ബർ, നിന്റെ എല്ലാ കുതന്ത്രങ്ങളെയും ഞങ്ങൾ അതിജയിക്കും ഈ തക്ബീറിലൂടെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പിശാചുക്കളുടെ കെട്ടഴിക്കുന്നതിന്റെ ഉദാഹരണം നമ്മൾ കണ്ടു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടത്തിനാണ് ഇബ്ലീസുകൾ അല്ലെങ്കിൽ ഇബ്ലീസിന്റെ മനുഷ്യ പതിപ്പുകളായ ആളുകൾ ഇന്നലെ തീയിട്ടിരിക്കുന്നത്. അവിടെയും നമ്മൾ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം പ്രിയപ്പെട്ടവരെ അല്ലാഹു അക്ബർ എന്നതാണ്. ലോകത്തെ അതിജയിക്കാൻ കഴിയുന്ന അതിജീവനത്തിന്റെ മുദ്രാവാക്യമാകുന്ന ഈ തക്ബീർ എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി പോകാൻ പാടില്ലാത്തതാകുന്നു. എന്തുകൊണ്ടാണ് പെരുന്നാൾ ദിനത്തിൽ ഈ തക്ബീർ എന്ന് ചോദിച്ചാൽ എല്ലാ ദുശക്തികൾക്കെതിരെയുമുള്ള ഇസ്ലാമിന്റെ പോരാട്ടത്തിന്റെ മുദ്രാവാക്യമാണ് അത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കലാണ്.